ചാകാറായി. ദ ബാറ്ററി ഈസ് ക്രിട്ടിക്കൽ. ചാർജിനാക്കണം. വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു റെസ്റ്റ് ഡേയിൽ നിങ്ങൾ സാധാരണയുള്ള ദിവസങ്ങളിലെ ഫുഡുകളിൽ കഴിക്കേണ്ടാത്ത ഫുഡ് എന്തെങ്കിലും ഉണ്ടോ, എടുക്കേണ്ടാത്ത സപ്ലിമെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ടോപ്പിക് അങ്ങ് പറഞ്ഞു തീർത്തു പോകും. ക്രിയാറ്റിൻ എല്ലാ ദിവസവും എടുക്കേണ്ടതാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് റെസ്റ്റ് ഡേയ്സ് ഓർ വർക്കൗട്ട് ഡേയ്സ് എല്ലാ ദിവസവും എടുക്കേണ്ടതാണ്. 3 to 5 grams ഇനീഷ്യലി എല്ലാ ദിവസവും എടുക്കുക. പിന്നീട് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഒന്നും ആകുന്നില്ല എന്നൊരു ഫീൽ തോന്നും. എന്നാ പറയുക, നിങ്ങളുടെ ബോഡി നിങ്ങൾ ഒത്തിരി യൂസ് ടു ആയി കഴിയുമ്പോഴത്തേക്കും, അതായത് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഇതൊക്കെ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആകുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആകുന്നില്ല, ഇന്ന വർക്കൗട്ട് നിങ്ങൾക്ക് വർക്കാകുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ തന്നെ പഠിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ക്രിയാറ്റിൻ എടുക്കുന്നതിന് എനിക്ക് സ്ട്രെങ്ത് കുറയാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ പഴയ ഒരു ഗെയിംസ് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു പോയിന്റ് എത്തുമ്പോൾ മാത്രം നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഡിവൈഡ് ബൈ 10 അതെത്രയാണോ അത്രയും ഗ്രാംസ് ഓഫ് ക്രിയാറ്റിൻ എടുക്കാൻ നോക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പം 76.9 ഉണ്ട്. അപ്പോൾ ഞാൻ 76.9 കിലോഗ്രാം ഡിവൈഡ് ബൈ 10 എന്ന് ഇടുമ്പോഴത്തേക്കും 7.5 അല്ലെങ്കിൽ 7.6 അത്രയും ഗ്രാംസ് എടുക്കാൻ നോക്കുക. അപ്രോക്സിമേറ്റ്ലി വേണമെങ്കിൽ എനിക്ക് 8 ഗ്രാംസ് എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്യേണ്ടത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫുഡ്. നമ്മുടെ ഫുഡ് നമ്മൾ ഡയറ്റിൽ ആഡ് ചെയ്തിടുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒരു ദിവസത്തേക്കുള്ള ഈ നമ്മൾ കാലറീസും മാക്രോസും എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്കല്ല നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. നമ്മൾ മോണിറ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 വീക്സിന് എടുക്കും. 2 വീക്സിന് എടുക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു 2 വീക്സിൽ ഇപ്പോൾ ഈ ഒരു ദിവസം ഞാൻ ചെയ്യുന്ന കാര്യമായിരിക്കത്തില്ല നാളെ ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഞാൻ നാളെ കൂടുതൽ നടക്കാം, അല്ലെങ്കിൽ നാളെ എനിക്ക് ഓഫീസ് ഉണ്ടെന്ന് വിചാരിക്കുക, എനിക്ക് ജോലിയൊന്നുമില്ല ഇപ്പം, എന്നാലും ഞാൻ പറയുവാണ്, ഉദാഹരണമാണ്. നാളെ ഇപ്പോൾ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഓഫീസിനെതിരെ കുറച്ച് നട കയറണം, താഴെ ഇറങ്ങണം, അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സംസാരിക്കണം. ഇനി അതല്ല, അത് തന്നെ എനിക്ക് ഒരു പണിയില്ലാത്തൊരു ദിവസമാണെങ്കിൽ ഞാൻ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുക. അപ്പോൾ എൻ്റെ എനർജി ഔട്ട്പുട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇനി ഇത് തന്നെ നിങ്ങൾ ശനിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ വേറെ ദിവസം നിങ്ങൾ വൈകുന്നേരമൊക്കെ ഫുട്ബോൾ കളിക്കാൻ പോകുന്നവരോ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നവരോ അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുക. സോ അവിടെയും നിങ്ങളുടെ എനർജി സ്പെൻഡ് ചെയ്യുന്നത് കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എപ്പോഴും വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു 2 വീക്സിൻ്റെ എടുക്കുന്നത്. അപ്പോൾ 2 വീക്സിൻ്റെ ആവറേജ് വെയിറ്റ് എടുത്തിട്ടാണ് നമ്മളൊരു ഡയറ്റ് ഇടുന്നത്. എന്നുവെച്ചാൽ ഡയറ്റ് നിങ്ങൾക്ക് ഒരെണ്ണം ഇട്ട് തന്നു, എന്നിട്ട് അത് 2 വീക്സ് നിങ്ങളെ മോണിറ്റർ ചെയ്യും. ഈ ഒരു ഡയറ്റ് കൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ എന്താണ് ചേഞ്ച് ഉണ്ടായി 2 വീക്സിൽ. കാരണം ഒരിക്കലും നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ 2 വീക്സിൽ നിന്ന് കംപ്ലീറ്റ്ലി എപ്പോഴും സ്വിച്ച് ചെയ്യത്തില്ല. അപ്പോൾ 2 വീക്സിൻ്റെ ആവറേജ് ധാരാളമാണ്. ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇട്ട ഡയറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് പ്രീ വർക്കൗട്ട് ആൻഡ് പോസ്റ്റ് വർക്കൗട്ട് മീൽ, അത് ആ ഒരു ഡെയിലി മാക്രോസിൽ ഇൻവോൾവ് ആകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 വീക്സിലത്തെ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഇപ്പം നിങ്ങളതിൽ ഒരു മീൽ സ്കിപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ മെയിൻ്റനൻസ് കാലറി ആയിട്ടിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു മീൽ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീണ്ടും ഡെഫിസിറ്റിലായി. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ട്രെയിനിങ് എടുത്തേക്കുന്ന കുറേ ക്ലയൻസ് ഈ സെയിം മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവരങ്ങനെ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പിന്നീടാണ് നമ്മളത് മനസ്സിലാക്കിയത് അവരങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം 4 മീൽസാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നുള്ളത് നമ്മൾ പറയുന്നത് വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ പറയുന്നത് പ്രീ വർക്കൗട്ട്, പിന്നെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് വരുന്നത് പോസ്റ്റ് വർക്കൗട്ട്. ഓക്കെ, നമ്മൾ ഐഡിയലി പറയുമ്പോൾ ഇതൊരു സ്നാക്ക് ആൻഡ് ഡിന്നർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ ആ ഒരു വർക്കൗട്ട് ടൈംസിൽ പറയുമ്പം പ്രീ വർക്കൗട്ട് എന്നുള്ള മീൽ വർക്കൗട്ടിന് മുന്നേ കഴിക്കണം, പോസ്റ്റ് വർക്കൗട്ട് എന്നുള്ളത് വർക്കൗട്ടിന് ശേഷം കഴിക്കണം. അത് എന്തുകൊണ്ട് അങ്ങനെ എഴുതി കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലരുടെ കേസിൽ ചില ദിവസങ്ങളിൽ നമുക്ക് പാറ്റേണിൽ ഡിഫറൻസ് വരും. അതായത് സ്ഥിരം വർക്കൗട്ട് വൈകുന്നേരം ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പം നാളെ വൈകുന്നേരം എന്തെങ്കിലും പരിപാടി ഉണ്ടായിരിക്കണം. അപ്പോൾ അവർക്ക് രാവിലെ ജിമ്മിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോയിന്റിൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്ത ഫുഡ് കഴിച്ചിട്ട് പോയാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ഒപ്റ്റിമൈസ് ചെയ്താണ് കൊടുക്കുന്നത് പ്രോപ്പർ എനർജി ഔട്ട്പുട്ടിനും. പിന്നെ മാത്രമല്ല, ഒത്തിരി ഫാറ്റ് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഡൈജഷൻ സ്ലോ ആകുന്നുള്ളതുകൊണ്ട് നമുക്ക് ആ വർക്കൗട്ട് ചെയ്യാൻ നേരം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കയറി വരത്തില്ലേ, കഴിച്ച ഫുഡ് തിരിച്ച് കയറി വരത്തില്ലേ, അങ്ങനത്തെ ഒരു ഫീലൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രീ വർക്കൗട്ട് മീൽ ആൻഡ് പോസ്റ്റ് വർക്കൗട്ട് മീൽ എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം രാവിലെ വർക്കൗട്ട് ചെയ്യുന്നവരാണ് എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിം പ്രീ വർക്കൗട്ട് മീൽ രാവിലെ വർക്കൗട്ടിൽ പോകുന്നതിന് മുന്നേ കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും പോസ്റ്റ് വർക്കൗട്ട് കഴിക്കുക. പിന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലഞ്ചിലോട്ടാക്കുക, എന്നിട്ട് ലഞ്ച് പറഞ്ഞതെന്ന് വേണം ഡിന്നറിലോട്ടാക്കുക. അങ്ങനെ ചില ഡേയ്സിൽ നിങ്ങൾ സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്ലയൻസ് ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രീ വർക്കൗട്ട് ആൻഡ് പോസ്റ്റ് വർക്കൗട്ട് മീൽ റെസ്റ്റ് ഡേയ്സിൽ കട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ 2 മീൽസിലൊക്കെയാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ചിലർ പറയും അയ്യേ എന്ത് മണ്ടത്തരം കാണിച്ച്, ഇപ്പോൾ ചിലർ പറയും അല്ല അങ്ങനെയല്ലേ വേണ്ടേ. 2 രീതിയിലും ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. നമ്മൾ കാലറീസ് ആൻഡ് ഫുഡ് ഇട്ട് തരുമ്പോഴത്തേക്കും ഡെയിലി ബേസ് കഴിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഫുഡുകൾ ഇട്ടേക്കുന്ന ഡയറ്റ് എന്ന് പറയുന്നത്. സോ ഇന്ന് എൻ്റെ ഡയറ്റിൽ മിക്ക സാധനങ്ങളും തീർന്നിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ പുറത്ത് പോയിട്ട് ഇവിടെ ഏത്തപ്പഴം, ഞാൻ നേരത്തെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, മറ്റേ എൻ്റെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡയറ്റ് എന്നുള്ള രീതിയിൽ, കോസ്റ്റ് എഫക്റ്റീവ് എന്നല്ല, മാക്സിമം ഹൈ ക്വാളിറ്റിയിൽ ഞാൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി. അത് ചിക്കനുണ്ട്, ബീഫുണ്ട്, ചിക്കൻ ബ്രസ്റ്റും ഹോൾ ചിക്കൻ്റെ ബാക്കി പീസസും വേറെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാക്കിൽ ഒരു ട്രേ മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഡയറ്റിൽ ഞാൻ എന്തൊക്കെ ഇട്ടിട്ടുണ്ടോ അത് ഞാൻ റെസ്റ്റ് ഡേയ്സിലും, അതായത് ഇന്നും ഞാൻ എടുക്കും.
ക്രിയാറ്റിന് ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഏത് പോയിന്റ് വേണേലും എനിക്ക് എടുക്കാം. ജനറലി ഞാൻ പോസ്റ്റ് വർക്കൗട്ടാണ് എടുക്കുന്നത്. പണ്ട് സ്ഥിരം പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞാൽ എനിക്ക് വീട്ടിലെത്താൻ അപ്രോക്സിമേറ്റ്ലി ഒരു 40 മിനിറ്റൊക്കെ എടുക്കുമായിരുന്നു യു കെയിലായിരുന്നപ്പോൾ ഒരു ജിമ്മിൽ. ആ ജിം എനിക്ക് നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, എൻ്റെ ഏറ്റവും അടുത്തുള്ളായിരുന്ന ജിം അതായിരുന്നു, ബസ്സിന് കയറി പോകണം. അപ്പോൾ ആ ഒരു 40 മിനിറ്റ് ജിമ്മ് ഞാൻ തിരിച്ച് വരുന്ന ആ പോയെന്ന് വെച്ചാൽ ലോങ് ഡ്യൂറേഷനാണ്. അപ്പോൾ അത്രയും ഡ്യൂറേഷനിൽ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നതിലും ഭേദം അപ്പം തന്നെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന കൂട്ടി പ്രോട്ടീൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്തത്. സോ ഈ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്രിയാറ്റിനും കൂടെ അതിനകത്ത് മിക്സ് ചെയ്യും. അത് ഫ്ലേവർലെസ് ആയിരുന്നു ക്രിയാറ്റിൻ. അപ്പം അങ്ങനെയാണ് ഞാൻ പോസ്റ്റ് വർക്കൗട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രീ വർക്കൗട്ടായിട്ട് ഞാൻ വേറെ സപ്ലിമെൻ്റ് ഒന്നും എടുക്കാറില്ലായിരുന്നു. പ്രീ വർക്കൗട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കോഫിയാണ് കൂടുതലും കുടിച്ചിട്ടുള്ളത്. പിന്നെ ചില സമയത്ത് പ്രീ വർക്കൗട്ട് ഞാൻ മിക്കപ്പോഴും എടുക്കാറ് പോലുമില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് സ്പോൺസർഷിപ്പൊക്കെ ആയപ്പോഴത്തേക്കും മാത്രമാണ് നമ്മൾ പ്രീ വർക്കൗട്ട് സാധനം എല്ലാം അവരുടെ ഒരു സ്റ്റാക്കിനകത്ത് വന്നതുകൊണ്ട് നമ്മളതെല്ലാം മേടിച്ച് വെച്ചേക്കുന്നു. സ്ഥിരം എടുക്കാറുമില്ല. ക്രിയാറ്റിൻ ആൻഡ് വേ പ്രോട്ടീൻ അവ സ്ഥിരം എടുക്കുന്നുണ്ട്. വേ പ്രോട്ടീൻ ഞാനിവിടെ ഫുഡ് ഇല്ലാത്തൊരു പോയിന്റിൽ മാത്രം പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഫുഡ് തീർന്നു പോയി, അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേണ്ടി മാത്രമാണ് ഞാൻ വേ പ്രോട്ടീൻ വെച്ചേക്കുന്നത്. ക്രിയാറ്റിൻ ഞാൻ ഡെയിലി എടുക്കും. പിന്നെ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റുകളുണ്ട്, അത് ഞാൻ ഡെയിലി എടുക്കുന്നുണ്ട്. സോ അത്രയാണ് നമ്മുടെ ബേസിക് ഒരു നോളജ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ ഈവൻ റെസ്റ്റ് ഡേയ്സ് ആണെങ്കിൽ പോലും യു ആർ സപ്പോസ് ടു ടേക്ക് ഇൻ എവറി സിംഗിൾ മീൽ. സോ ദാറ്റ്സ് ഓൾ. ഇനി നിങ്ങൾക്ക് ഡയറ്റ് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ദാറ്റ്. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട്, കാണുന്ന മിക്കർക്കും തന്നെ ഞാൻ മോസ്റ്റ്ലി വാല്യൂബിൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ക്ലയൻസിനെ ട്രെയിൻ ചെയ്യുന്ന രീതിയിലും അവർക്ക് എങ്ങനെ ഡയറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുള്ള രീതിയിലും കോമ്പറ്റീഷൻ പ്രപ്പ് എന്നുള്ള രീതിയിൽ ഒഴികെ ബാക്കി എല്ലാ രീതിയിലും ഞാനിതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇഫ് യു ഫൈൻഡ് ദിസ് ഹെൽപ്ഫുൾ, നിങ്ങൾക്ക് അറിയാവുന്ന ബാക്കി ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മേക്ക് ഷുവർ ദാറ്റ് യു സബ്സ്ക്രൈബ് മൈ ചാനൽ. മുട്ട കഴിക്കണം, എല്ലാം സെറ്റ് ചെയ്യണം. ഇനി വേറെ കാര്യം, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ കണ്ടോണം. ഇപ്പോൾ സമയം എന്നായെന്ന് കാണിക്കാം. സമയം കണ്ടല്ലോ 12:30. ഇപ്പോൾ അത്ര വലിയ ഡിസിപ്ലിൻ ഒന്നുമില്ല, പക്ഷേ എല്ലാം ഞാൻ കഴിക്കുന്നു, സമയത്ത് വർക്കൗട്ട് ചെയ്ത്, അത് മാത്രമേ ഉള്ളൂ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഉണ്ടായിരുന്ന സമയത്തായിരുന്നാലും എല്ലാം കറക്റ്റ് ടൈമിലായിരുന്നു. ഇന്ന സമയത്ത് എണീക്കുക, ഇന്ന സമയത്ത് കഴിക്കുക, അങ്ങനെ എല്ലാത്തിനും എനിക്ക് ടൈം ഉണ്ടായിരുന്നു. ഇനി വീണ്ടും ആ ഒരു ഷെഡ്യൂളിലോട്ട് എനിക്ക് ബാലൻസ് ആകണം. കാരണം സ്ലീപ്പ് ഷെഡ്യൂളും ഇതെല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് ബാലൻസ് ആകുമ്പോഴേ ഗെയിംസ് ഇച്ചിരിയും കൂടി സ്ട്രോങ് ആവുള്ളൂ. അത് വേറൊരു ടോപ്പിക്കാണ്, നമുക്കതിന് വേറെ ടോപ്പിക്ക് സംസാരിക്കാം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. റെസ്റ്റ് ഡേയ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയാറ്റിനും എടുക്കണം, മാത്രമല്ല നിങ്ങൾ ഇട്ടേക്കുന്ന ഫുഡ് എന്തൊക്കെയാണോ അതെല്ലാം ഇട്ടേക്കണം. ഇനി അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ. ചില സമയങ്ങളിൽ ചില ട്രെയിനേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് എന്നാ കാർബ് സൈക്ലിംഗ് എന്ന് പറയും. ചില ദിവസങ്ങൾ നിങ്ങൾക്ക് ലോ കാർബാണ്, ചില ദിവസം ഹൈ കാർബാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ദിവസം ഇന്ന ഫുഡുകൾ കട്ട് ചെയ്യും. അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് വരും. അങ്ങനത്തേതുള്ളത് അവർ സ്പെസിഫൈ ചെയ്ത് പറയും. അപ്പോൾ പറയും തിങ്കളാഴ്ച നീ ഇത്രയും കഴിച്ചാൽ മതി, ചൊവ്വാഴ്ച അത് തന്നെ കഴിച്ചാൽ മതി, പക്ഷേ ബുധനാഴ്ച നീ ഇത്ര എക്സ്ട്രാ കഴിക്കണം, അല്ലെങ്കിൽ പറയാം വ്യാഴാഴ്ച നീ ഇത്രയും കുറച്ചേ കഴിക്കാവുള്ളൂ. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ദിവസങ്ങളിൽ മാത്രം ഈ പറഞ്ഞ പോലെ കഴിക്കേണ്ടതുള്ളൂ. അതൊക്കെ കംപ്ലീറ്റ്ലി വേറൊരു ടോപ്പിക്കാണ്. തൽക്കാലം ഇപ്പോൾ ഇട്ടേക്ക്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡയറ്റ് എന്തുവാണോ, നിങ്ങൾ എന്താണോ കഴിക്കുന്നത്, നിങ്ങളിപ്പോൾ മെയിൻ്റനൻസ് കാലറി കണ്ടുപിടിച്ച് ബൾക്കിങ്ങിന് ഇട്ടേക്കുവാണെങ്കിൽ, അല്ലെ കട്ടിങ്ങിൽ ഇട്ടേക്കുവാണെങ്കിൽ, പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ട് മീലും എന്ന് എഴുതി സംഭവം ഇട്ടിട്ടുണ്ടെങ്കിൽ അതും ഡെയിലി കഴിക്കേണ്ടതാണ്. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി ഡേ. ഭയങ്കര സിമ്പിൾ വ്ളോഗായിരിക്കും. കാരണം റെസ്റ്റ് ഡേയ്സിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല. വീട്ടിൽ വെറുതെ ഇരിക്കുക, ഞങ്ങളെല്ലാവരും കൂടെ കൂടി പബ്ജി കളിക്കുക, എന്തെങ്കിലുമൊക്കെ ഇരുന്ന് സിനിമ കാണുക. സിനിമ കാണുന്ന ചുരുക്കമാണ്, കൂടുതലും പബ്ജി ഇരുന്ന് കളിക്കാറാണ് പതിവ്. പബ്ജി കളിക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഒന്നേ തുടങ്ങണം. ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് എല്ലാം കഴിക്കാൻ കിടക്കും. കാരണം ഒറ്റ സാധനമില്ലായിരുന്നു, ബീഫിലായിരുന്നു, ചിക്കനില്ലായിരുന്നു, മുട്ടയില്ലായിരുന്നു, ഏത്തപ്പഴമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പം വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ബ്രേക്ക്ഫാസ്റ്റ്. ദാറ്റ്സ് 5 whole eggs ആൻഡ് അയ്യോ മേടിക്കാൻ മറന്നു പീനട്ട് ബട്ടറും തീർന്നു. അതും ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൽ. അപ്പോൾ അത് ഇന്ന് നടക്കത്തില്ല. അതിന് പകരം കുറച്ച് ഒലീവ് ഓയിൽ തൽക്കാലം എടുത്ത് കുടിക്കാം. സോ ലെറ്റ്സ് ഗോ. സാധനം മേടിച്ച് തിരിച്ചു വന്നപ്പോൾ 87% ചാർജാട്ടെ. 1 2 3 കൊടുത്തിരിക്കട്ടെ, 4 5. ചില ദിവസങ്ങളിൽ ഇതിനകത്ത് മുളക്, തക്കാളി, സവോള അതൊക്കെ അരിഞ്ഞിട്ട് ഓംലെറ്റായിട്ട് അടിക്കാറാണ് പതിവ്. നിർബന്ധമൊന്നുമില്ല, ഇച്ചിരി മടിയാണ്, അതുകൊണ്ട് ഇത് മതി.
ഇങ്ങനെ എടുക്കുക. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. 5 ഹോൾ എഗ്സ് ആൻഡ് ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്ത് പച്ചക്കറി ഉണ്ടാക്കുന്നു അത് ഒത്തിരി എമൗണ്ട് ഒന്നും വേണ്ട, ഒരു ചെറിയ പോർഷൻ അതെല്ലാ മീൽസിനെയും കൂടെ ആഡ് ചെയ്യാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ സാലഡുകളെല്ലാം മീൽസിനും കൂടെ ആഡ് ചെയ്യാൻ നോക്കുക. മൈക്രോ ന്യൂട്രിയൻസ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. മൈക്രോ ന്യൂട്രിയൻസിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് ശരിക്കും കോമ്പറ്റീഷൻ്റെ ഒക്കെ ടൈം ആകുമ്പോൾ ഇത്തിരിയും കൂടി നമ്മൾ ഇതിൽ നിന്ന് എത്ര ഇത് വരും, എത്ര വൈറ്റമിൻസ് ഇതിൽ നിന്ന് വരും, അങ്ങനെ നോക്കി അങ്ങനെ കഴിക്കേണ്ടതുണ്ട്. പക്ഷെ തൽക്കാലം നമ്മൾ ജസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓവറോൾ നമ്മുടെ ഡയറ്റിനകത്ത് ഒരു സോഴ്സ് ഓഫ് വെജിറ്റബിൾസ് ഓർ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ നോക്കും. വൈൽ വി വാച്ച് ദാറ്റ് ആനിമേ, ഇതാണ് ഞാൻ പറഞ്ഞ മൾട്ടി വൈറ്റമിൻ. ഞാനിത് കാണിക്കാം. എനിക്കിത് തന്നെ മേടിക്കണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ മസിൽ റേസിന് അത്ലീറ്റ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ സൈറ്റിൽ നിന്ന് മേടിച്ചു, കാശ് കൊടുക്കാതെ കിട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മൾട്ടി വൈറ്റമിൻ മേടിച്ചാലും മതി. ഇതിനകത്ത് ഇത്ര ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, വൈറ്റമിൻ എ, വൈറ്റമിൻ B1, ഇങ്ങനെ എല്ലാത്തിൻ്റെ ഒരു കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഇതിനകത്തൊരു ഞാൻ എടുത്ത് കാണിക്കാം. ഇതിനകത്ത് ഒരെണ്ണം വരുന്നതാണ് ഇങ്ങനെ ഒരു പാക്കറ്റ് വരും. അതിനകത്ത് 3 ക്യാപ്സ്യൂൾ. സോ ഈ ഒരു ക്യാപ്സ്യൂൾസും കൂടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനോട് കഴിക്കും. ഫിസിക് അപ്ഡേറ്റ്. വിത്ത് നോ പമ്പ്, നത്തിങ്. ജിമ്മിന് പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ലഞ്ച് പ്രിപ്പ് ചെയ്യാം. ലഞ്ചിന് നമുക്ക് ബീഫ് 600 ഗ്രാം ബീഫ് മേടിച്ചേക്കുന്നതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ 3 ദിവസമൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു പാക്കറ്റിൽ 600 ഗ്രാം ആയിട്ട് മേടിച്ചേക്കുന്നത്. പോസ് പിടിച്ചതൊക്കെ ചുമ്മാ റാണ്ടമായിട്ട് പിടിച്ചതാണ്. അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്നൊന്നും പറയരുത്, വെറുതെ ചുമ്മാ കാണിച്ചതാണ് കേട്ടോ. ബീഫിൻ്റെ 1/3 പോർഷനാണ് ശരിക്കും പറഞ്ഞാൽ 200 ഗ്രാംസ് വരുന്നത്. ബട്ട് സ്റ്റിൽ വി നീഡ് ടു മെഷർ ദം. ഞാനിത് മെഷർ ചെയ്തെടുക്കട്ടെ. ഒരു 200 ഗ്രാം ബീഫ് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ബീഫ് കറി, റോസ്റ്റ് അങ്ങനത്തെ രീതിയിലൊന്നും വെക്കുന്നൊന്നുമില്ല. സോ ഹിയർ ഈസ് സം സിമ്പിൾ തിങ്സ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് സാധാരണ ഇത് ഇടാറൊന്നുമില്ല. ഇത് പിന്നെ പ്രാവശ്യം ചിക്കൻ ഇടാൻ വേണ്ടി എടുത്ത് വെച്ചപ്പം അതും കൂടെ ഇടുന്നേ ഉള്ളൂ. ജനറലി ഞാൻ ജസ്റ്റ് സോൾട്ട് ആൻഡ് പെപ്പർ മാത്രമാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ മസാല ഇരിപ്പുണ്ട്. ബീഫാണെങ്കിലും ഇതും കൂടെ ഇട്ടേക്കാം. അപ്പോൾ ഒരു കുറച്ച്, അങ്ങനെ ഇന്ന അളവൊന്നും എടുക്കുന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു കുറച്ച് ടേസ്റ്റ് കിട്ടണം, അത്രേ ഉള്ളൂ. കുറച്ച് അളവ് കിടക്കട്ടെ. അതായി. മീറ്റ് മസാല ഉണ്ട്, മീറ്റ് മസാല ഇട്ടാൽ മതി. ഞാൻ തൽക്കാലം കുറച്ച് ചിക്കൻ മസാല ഇടും. കുറച്ച് മസാല ഇടാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടാൽ ഇത് കുക്കറിൽ നമുക്ക് സാധനം ഇടാം. ഞാൻ നേരത്തെ ഇവിടുന്ന് എയർ ഫ്രയറിൽ ഞാൻ ഇടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇച്ചിരിയും കൂടി ഒരു കട്ടിയാണ്. സ്ഥിരം അങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് നാൾ ഞാൻ കഴിച്ചായിരുന്നു, പിന്നീട് അങ്ങോട്ട് കഴിക്കാൻ ഭയങ്കര കട്ടി പോലായി. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വേവിച്ചിട്ട് എന്നിട്ട് എയർ ഫ്രയർ ഇടാറാണ് പതിവ്. അപ്പോൾ ഇതൊരു 2 വിസിൽ വരുന്നിടം വരെ അത് കുറച്ച് വെള്ളം നിറയ്ക്കും. കറക്റ്റ് ബീഫ് ഒരു മുങ്ങി കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കും. എന്നിട്ട് നമ്മൾ 2 വിസിലിന് വേണ്ടി ഇതിവിടെ വെക്കും. ബീഫ് അവിടെ റെഡിയാകുന്ന ടൈം കൊണ്ട് ലെറ്റ്സ് ഹാവ് എ റിയലിസ്റ്റിക് ഫിസിക് അപ്ഡേറ്റ്. ലഞ്ചിൻ്റെ കൂടെയും അതുപോലെ തന്നെ പോസ്റ്റ് വർക്കൗട്ട് നമ്മുടെ മീലിൻ്റെ കൂടെയും നമുക്ക് റൈസ് വരുന്നുണ്ട്. അപ്പോൾ ആ റൈസ് നമുക്ക് വെക്കണം. അപ്പോൾ റൈസ് വരുന്നത് ഒരു നേരത്തേക്ക്
75 ഗ്രാം റോ വെയിറ്റ് ആണ് വരുന്നത്. ഇപ്പം നമ്മൾ 150 ഗ്രാം റോ വെയിറ്റിൽ റൈസ്, ഞാൻ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അത് മെഷർ ചെയ്തിട്ട് അത് വേറെ കുക്കറിൽ അടുപ്പേ കയറ്റാം. അപ്പോൾ റൈസ് എന്തേരെയാണോ എടുത്തേക്കുന്നത് അതിന് ഡബിളാണ് ജനറലി വെള്ളം വേണ്ടത്. അതായത് ഇതിപ്പോൾ 75 ഈച്ച് എന്ന് പറയുമ്പോഴത്തേക്കും 150 ഉണ്ട് ടോട്ടൽ 2 നേരത്തേക്ക്. അപ്പോൾ 150 ഡബിൾ ജനറലി ഞാൻ 300 ml ഞാൻ മെഷർ ചെയ്തെടുക്കാറാണ് പതിവ്. പക്ഷേ ഈ ഒരു റൈസിന് വേവ് ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു. അതും ഒറ്റ വിസിലായിരുന്നു സാധാരണ എനിക്ക് റൈസ് വേവുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പം അപ്രോക്സിമേറ്റ്ലി 500 ml വെള്ളവും 2 വിസിലുമാണ് ഈ അരി വേകുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന അരിക്കനുസരിച്ച് മാറേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ തന്നെ ആ ഒരു പാക്കറ്റിൽ എഴുതിയിട്ടും ഉണ്ടാവും. ഇത് ബീഫിൻ്റെ കുക്കർ 2 വിസിലടിച്ചിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഒരു 15-20 മിനിറ്റ് പ്രഷറിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറക്കാം. അതുപോലെ തന്നെ ഇവിടെ ഈ കുക്കറിനകത്ത് റൈസ് തീ കിട്ടുകയോ ഇല്ല. അപ്പോൾ ഈ കുക്കറിനകത്ത് റൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2 വിസിൽ കഴിയുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതും ഒരു 15-20 മിനിറ്റ് മാറ്റി വെക്കണം. സോ അറ്റ് ദ സെയിം ടൈം ഇവിടെ നോക്കിയാൽ അനിയൻ അവൻ്റെ ചിക്കൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 15-20 മിനിറ്റ് സമയം കഴിയുമ്പം ഇതിനകത്ത് കിടക്കുന്ന ബീഫിന് ഒരു 10 മിനിറ്റ് അതിനകത്തോട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വറുത്ത ഒരു ഫീലിൽ കിട്ടും. നിർബന്ധമൊന്നുമില്ല, നോക്കാം. തുറന്ന് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. അങ്ങനെ തന്നെ വെന്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് വെന്ത് കഴിക്കും. വേറെ എക്സ്ട്രാ വറക്കലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഈ ഒരു ടൈമിൽ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ടർ ഇൻടേക്കാണ്. സോ ജനറലി നമ്മളൊരു ഗൈഡ് ലൈൻ ഇടുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പറയും 3 ലിറ്റർ കുടിക്കണം, 4 ലിറ്റർ കുടിക്കണം, അങ്ങനെ ഒരു ബേസിക് ഗൈഡ് ലൈനേ പറയാറുള്ളൂ. പക്ഷേ ഞാൻ റീസെൻ്റ്ലി എനിക്ക് മനസ്സിലായ ഒരു കാര്യവും ഞാനത് കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഡൈജഷനൊക്കെ ഇച്ചിരി കൂടി പ്രോപ്പർ ആകാൻ വേണ്ടി ഫൈബർ ഇൻടേക്ക് വേണം, അതൊരു കാര്യം. വേറൊരു കാര്യം എന്ന് പറയുന്നത് വാട്ടർ ഇൻടേക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ടോട്ടലി 2 ലിറ്റർ ഉണ്ട്. അപ്പോൾ ഈ 2 ലിറ്ററിൽ ലെറ്റ്സ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞാൻ എണീറ്റ് വരുമ്പോൾ ഞാനൊന്നും ബ്രേക്ക്ഫാസ്റ്റ് നേരെ പോയി കഴിക്കുമല്ലോ. എണീറ്റ് വരുന്നത് അങ്ങ് നേരെ പോയി കഴിക്കുമല്ലോ. സോ എണീറ്റ് വരുന്ന ഫസ്റ്റ് തിങ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 1/2 ലിറ്റർ. അപ്പോൾ ഇതിൽ 1/4. അപ്പോൾ 1/2 ലിറ്റർ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ കുക്കിംഗ് ഒക്കെ ചെയ്ത്, അതായത് മുട്ടയൊക്കെ അടിച്ച് മുട്ടയൊക്കെ ഇട്ട് എന്നിട്ട് റെഡിയായി വന്ന് മുട്ട, പീനട്ട് ബട്ടർ, എന്തെങ്കിലും കുറച്ച് പച്ചക്കറി ഇത് കഴിക്കുന്നതിൻ്റെ ഒന്നെങ്കിൽ അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ അത് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും 1/2 ലിറ്റർ. അപ്പം അങ്ങനെ കുടിച്ച് തീർത്ത വെള്ളമാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി 1.5 ആയി. ഇടയ്ക്ക് ഞാൻ വീണ്ടും കുടിച്ചായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ദാഹിക്കുമ്പോൾ വേണം എക്സ്ട്രാ കുടിക്കുക. അങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഒരു അളവ്. ജനറലി ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ എല്ലാ മീൽസിൻ്റെ മുമ്പും എല്ലാ മീൽസിൻ്റെ ശേഷവും, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എണീറ്റ് വന്നപ്പോൾ ഞാൻ 1/2 ലിറ്റർ കുടിച്ചു. അതിന് മുട്ടയെ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 1/2 ലിറ്റർ കുടിച്ചു. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ പറഞ്ഞു റൈസ് വെച്ചിട്ടുണ്ട്, ബീഫും ഏറെക്കുറെ റെഡിയായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 15-20 മിനിറ്റും കൂടെ വേണം. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇതിങ്ങനെ കുറച്ച് കുറച്ച് കുടിച്ച് 1/2 ലിറ്റർ ആക്കും. അത് കഴിഞ്ഞിട്ട് ആ മീൽസിൻ്റെ കൂടത്തിൽ 1/2 ലിറ്ററും കൂടെ വരും. അപ്പോൾ എൻ്റെ ഡെയിലി ഇൻടേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പ്രീ വർക്കൗട്ട്, പോസ്റ്റ് വർക്കൗട്ട് സ്നാക്കിൻ്റെ കൂടെ ഇല്ല. അപ്പോൾ 4 മീൽസിൽ 1 ലിറ്റർ. അപ്പം തന്നെ 4 ലിറ്ററായി. പിന്നെ ജിമ്മിനകത്ത് കുടിക്കുന്ന വെള്ളം വേറെ, അത് ഒരു 1 ലിറ്റർ അടുത്ത് 1.5 ലിറ്റർ കൂടിപ്പോയാൽ, ഏറ്റവും കൂടിപ്പോയാൽ അത്രയൊക്കെ വരാറുള്ളൂ. സോ ആസ് ഓഫ് നൗ എൻ്റെ വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത് ഇൻ എ ഡേ ഈസ് 4 to 5 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. അത് തന്നെ മിക്ക ദിവസവും നമ്മൾ സ്കിപ്പ് ആക്കി വന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ വിട്ടുപോയിട്ടൊക്കെ ഉണ്ട്. ബട്ട് ഇതാണ് ജനറൽ ഒരു റൂൾ ഓഫ് വെള്ളം കുടി എന്ന് പറയുന്നത്. നേരെ ഇത്രയും വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. നിങ്ങൾ ബേസിൻ തുടങ്ങുക. ബേസിൻ തുടങ്ങിയിട്ട് നിങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോഴത്തേക്കും യൂറിൻ്റെ കളർ മോണിറ്റർ ചെയ്യുക. കളർ മോണിറ്റർ ചെയ്തിട്ട് അതിനനുസരിച്ച് ചെറിയ ചെറിയ ഓൾട്രേഷൻ വരുത്തി അങ്ങനെ പയ്യെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. പെട്ടെന്നൊന്നും കൂട്ടൊന്നും വേണ്ട. എനിക്ക് ഇതാണ് ഐഡിയൽ റേഞ്ച്. കാരണം UK യിലായിരുന്നപ്പോഴും ഇതുപോലെ തന്നെ ഞാൻ വെള്ളം കൂടി ഒരു 3 ലിറ്റേഴ്സൊക്കെ ആയിരുന്നപ്പോൾ പോലും എൻ്റെ അടുത്ത് അവർ പറഞ്ഞിരുന്നത് ഹൈഡ്രേഷൻ ലെവൽസ് കുറവാണ്, ഇനിയും വെള്ളം കുടിക്കണം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റിൻ്റെ ഇംബാലൻസ് ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് തേങ്ങാവെള്ളം അല്ലെങ്കിൽ നാരങ്ങയ്ക്കകത്ത് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ഇലക്ട്രോലൈറ്റ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും ഒരു എറൗണ്ട് ഒരു എസ്റ്റിമേഷൻ വെച്ച്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ മറ്റേ പോലെ ഇലക്ട്രോലൈറ്റിൻ്റെ ക്യാപ്സ്യൂൾസ് ആയിട്ട് മേടിക്കണം. അതിൻ്റെ സിറ്റുവേഷൻ വന്നിട്ടില്ല ഇതുവരെ. അപ്പം ഇതാണ് എൻ്റെ ഐഡിയൽ വെള്ളം കുടി എന്ന് പറയുന്നത്. പെണ്ണുങ്ങൾ ഇന്ത്യയിൽ 18-ാം വയസ്സിന് മുന്നേ
ഇതിനെപ്പറ്റി നീ സംസാരിച്ചാൽ ഇപ്പോൾ വീഡിയോ റെക്കോർഡിങ്ങില്ല. പകുതി റൈസ് നേരത്തെ പറഞ്ഞ പോസ്റ്റ് വർക്കൗട്ട് മീൽ അഥവാ നമ്മൾ ഡിന്നറിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പകുതിയാണ് ഇവിടെ ലഞ്ചിന് വേണ്ടി ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കിയ പച്ചക്കറി നമ്മൾ മിക്സ് ചെയ്യും. ബീഫ് ഞാൻ ജനറലി ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വെള്ളം കളഞ്ഞിട്ട് എയർ ഫ്രയറിൽ ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാറാണ് പതിവ്. ഇന്ന് പിന്നെ അതങ്ങ് സൂപ്പ് പോലെ കണ്ടപ്പം ആ രീതിയിൽ അങ്ങ് എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതിനകത്ത് പീസ് നോക്കിയാൽ ഇങ്ങനെ വെന്ത് കിടപ്പുണ്ട്. സോ ദാറ്റ്സ് 200 grams ഓഫ് ബീഫ്. ഇതാണ് എൻ്റെ ലഞ്ച്. 200 gram ബീഫ്, 75 gram റോ വൈറ്റ് റൈസ്, പിന്നെ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കിയ പച്ചക്കറി. നെക്സ്റ്റ് നമ്മുടെ പ്രീ വർക്കൗട്ട് മീലാണ്. പക്ഷെ അതിന് ഇച്ചിരി സമയമുണ്ട്. ഇപ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞേ ഉള്ളൂ. സോ അതുവരെ ഞാൻ നേരത്തെ പഠിച്ച സൈബർ സെക്യൂരിറ്റി ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നെറ്റ്വർക്കിങ്ങിൽ എനിക്ക് സർട്ടിഫിക്കേഷൻ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാൻ CCNA ആണ് ചൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ CCNAയുടെ ജെറമീസ് IT ലാബ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഫുള്ളൊരു പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഇത് നോക്കി പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് Day 2 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം CCNA സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും 1-2 പ്രാക്ടീസ് എക്സാം, പുള്ളിയുടെ തന്നെ പ്രാക്ടീസ് എക്സാം ഉണ്ട്. പക്ഷെ അത് കൂടാതെ എന്തെങ്കിലും ഒരെണ്ണം കൂടി എക്സ്ട്രാ എടുത്തിട്ട് എന്നിട്ട് പയ്യെ CCNA എഴുതണമെന്നാണ്. അത്യാവശ്യം ഒരു വൈകുന്നേര സമയമായിട്ടുണ്ട്. നമുക്കിപ്പം പ്രീ വർക്കൗട്ടിനുള്ള മീൽ വെക്കാം. പ്രീ വർക്കൗട്ടിൻ്റെ മീലിൽ നമ്മുടെ മെയിനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഓട്സ് ഒരു 50 gram, ഓക്കെ. അപ്പോൾ അത് ഓട്സ് 50 gram, പിന്നെ സീഡ് മിക്സ് മേടിക്കാൻ കിട്ടും, എല്ലാ സീഡ്സിൻ്റെ മിക്സ്. അപ്പോൾ അതൊരു 10 gram, പിന്നെ മ്യൂസ്ലി ഒരു 10 gram. മ്യൂസ്ലിയും കൂടെ ഉള്ളൂ, സീഡ് മിക്സ് തീർന്നു. അതുകൊണ്ട് ഇതൊരു 20 gram അങ്ങിടാം. ഇനി ഇതിലങ്ങനെ പറയാൻ മാത്രം വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. വെള്ളം ഇത് മതി. കറക്റ്റ് അത് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന് അവിടെ ഓഫ് ചെയ്ത് ഇവിടെ തന്നെ വെച്ചേക്കും. കാരണം ഇതിനോട് ചിക്കനും ഇനി റെഡി ആവണം. തീ ഇപ്പോൾ ഈ ആദ്യത്തെ ഒരു പോയിൻറ്റിൽ മാത്രം കുറച്ച് ഹൈയിൽ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. കാരണം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇതിൻ്റെ അടി പിടിക്കാൻ തുടങ്ങും. വെള്ളം അതിന് മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചെടുക്കാൻ മാത്രമുള്ള അത്രയും വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ടൈമറൊന്നുമില്ല. ജസ്റ്റ് തിളയ്ക്കുന്നത് കാണുമ്പം ഞാൻ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെക്കും. എന്നിട്ട് ഒരു പത പോലെ വരുമല്ലോ തിളച്ച്, അന്നേരം ഞാൻ അതങ്ങ് ഓഫ് ചെയ്ത് ഞാൻ സാധനം അങ്ങ് മാറ്റി വെക്കും. പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് വരുന്നത് പ്രീ വർക്കൗട്ട് മീലിനകത്ത് ചിക്കൻ ബ്രസ്റ്റും എടുത്തത് മാവായിപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് അല്ല, ഒരെണ്ണത്തിൽ ഹോൾ ചിക്കനാണ് വരുന്നത്. 200 gram ഈച്ച്, 200 gram മാറ്റി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ അതാ ഇതിൽ ചിക്കൻ ബ്രസ്റ്റ് മാത്രം മാറ്റി മാരിനേറ്റ് ചെയ്ത് വെച്ചത്, ഇതിൽ ബാക്കി ഹോൾ ചിക്കൻ പീസസ്. അപ്പോൾ ഇതിൽ 200 gram, അതിൽ 200 gram. അപ്പോൾ അതിൽ ചിക്കൻ ബ്രസ്റ്റ് പ്രീ വർക്കൗട്ടും മറ്റേത് പോസ്റ്റ് വർക്കൗട്ടുമായിട്ട്. അതുപോലെ തന്നെ ഇപ്പം ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ ഇത് കണ്ടോ, ഇങ്ങനെ തിളച്ച് തുടങ്ങി. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോയിൻറ്റിൽ നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് ക്യുക്കായിട്ടൊന്ന് ഇളക്കി തീ ലോ ഫ്ലെയിമിൽ വെക്കും. അതൊരു കുറച്ച് നേരം കൂടി കഴിയുമ്പോഴത്തേക്കും ഓഫാക്കി ഇട്ടാൽ മതി. കറണ്ട് പോയി. ഇൻവെർട്ടറിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും, ഈ പ്ലഗുകളൊന്നും കണക്റ്റഡ് അല്ല. അതുകൊണ്ട് ഇപ്പം വെറുതെ അവിടെ കിടന്ന് ഓടുന്നു എന്ന് മാത്രം, പിടിച്ച് തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ 200 gram ചിക്കൻ ബ്രസ്റ്റും 200 gram ഹോൾ ചിക്കൻ്റെ പീസസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 200 degree Celsius കുറച്ച് നേരം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് പോയത്. എന്നിട്ട് നമ്മൾ 180 ആക്കിയിട്ട് 20 minutes, 10 minute ആകുമ്പോൾ നമ്മളിതൊന്ന് കമത്തിയിടും. എന്നിട്ട് വീണ്ടും 10 minute കൂടെ. ഇനിയിപ്പോൾ കറണ്ട് ഇപ്പോൾ വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കറണ്ട് വരുമ്പം ഈ സാധനം ഒന്ന് ഇട്ടിട്ട് ഞാൻ ഫൈനൽ റിസൾട്ട് എന്നാണെന്ന് കാണിച്ചു തരാം. 10 minute ആകുമ്പോഴത്തേക്കും നമ്മൾ എന്നാലും കമത്തും. എന്നിട്ട് ചുമ്മാ തുറന്നിട്ട് കമത്തി ഇട്ടിട്ട് വീണ്ടും അടച്ചു വെക്കും. സോ അതവിടെ ആകട്ടെ. എന്നാലും കറണ്ട് വരുന്നിടം വരെ അതങ്ങനെ ഇരിക്കട്ടെ. ഈ ഒരു പോയിന്റിൽ നമുക്കിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച നമ്മുടെ ഓട്സും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം.
ഇതിനകത്ത് ടേസ്റ്റ് എന്ന് പറയാനുള്ളത് ഇടയ്ക്ക് ഇങ്ങനെ ഉണക്കൊന്നിലേക്ക് കിട്ടും. അകത്തെ കടിച്ചാൽ കുറച്ച് ടേസ്റ്റ് കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. എറൗണ്ട് ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുന്ന ടൈമാണ് ഇതൊക്കെ. എറൗണ്ട് പോസ്റ്റ് വർക്കൗട്ടായിട്ട് നമ്മൾ വന്നു കഴിയുമ്പോഴേ പോയ എനർജി റീഫില്ലാകാൻ വേണ്ടി ഒരു ഏത്തപ്പഴവും ഇതിൻ്റെ കൂട്ടത്തിൽ ക്രിയാറ്റിനും. ഇത് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് മസിൽ ബ്ലേസിൻ്റെ ക്രിയാറ്റിന് വാട്ടർമെലൻ കൂളിയുടെ എന്നാണ് ഇതിൻ്റെ ഫ്ലേവറിൻ്റെ പേര്. നിങ്ങൾക്ക് ഏത് ക്രിയാറ്റിൻ വേണം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ജെനുവിനാന്ന് തോന്നുന്നത് 3 to 5 grams റെക്കമെൻഡ് ഡോസേജ്. ബാക്കിയെല്ലാം ഞാൻ രാവിലെ പറഞ്ഞ ആ സെയിം സാധനം, മറ്റേ ബോഡി വെയ്റ്റ് ഡിവൈഡ് ബൈ 10 ഞാൻ പറഞ്ഞില്ലേ, ആ സ്കീമിൽ. പിന്നീട് വേണമെങ്കിൽ മാത്രം. ഇതിപ്പം 3 to 5 grams കാണുള്ളൂ ഒരു സ്കൂപ്പിൽ. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ ഡിന്നർ. അപ്പോൾ ഡിന്നറിന് നമ്മൾ നേരത്തെ ഉച്ചക്കത്തേക്ക് വെച്ചിരുന്ന 75 റൈസ് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി മിച്ചം ഉണ്ടായിരുന്ന റൈസ്, പിന്നെ നേരത്തെ ചിക്കൻ വെച്ചത് ചിക്കൻ ബ്രസ്റ്റ് കഴിച്ചു. ഇത് ബാക്കി ആ ഹോൾ ചിക്കൻ ഉണ്ടായിരുന്ന പീസുകളിൽ 200 gram അപ്രോക്സിമേറ്റ്ലി. പിന്നെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നൊരു കുറച്ച് പച്ചക്കറി. സോ ദാറ്റ് കൺക്ലൂഡ്സ് മൈ ഫുൾ ഡേ ഓഫ് ഈറ്റിംഗ്. ഇനി ഒരു ചെറിയ ചേഞ്ച് വരാൻ പോകുന്നത്, കുറേ നാളായിട്ട് എൻ്റെ ബോഡി വെയിറ്റ് സ്റ്റേബിൾ ആയിട്ടുണ്ട്. അത്യാവശ്യം എന്നാ പറയുന്നത് 2 or 3 weeks ആയി സ്റ്റേബിളായിട്ട്. ചെറിയ വളരെ ചെറിയ ഫ്ലക്ച്വേഷനേ ഉള്ളൂ. അപ്പോൾ അത്രയും ലോങ് ടൈമിലത്തേക്ക് നമുക്കൊരു ചെറിയ ഡിഫറൻസ് പോലും ഇല്ലെങ്കിൽ നമ്മളങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. സോ ഞാനൊരു ചെറിയ സ്ലൈറ്റ് ബമ്പ് ചെയ്യാൻ പോകും ഫുഡിൽ അധികം താമസിക്കാതെ. അപ്പം ഞാനത് ചെയ്ത് കഴിയുമ്പം അനദർ ഫുൾ ഡേ ഓഫ് ഈറ്റിംഗ് വരുന്നതായിരിക്കും. ഇനി ഇവന് പുതിയൊരു ഡയറ്റ് എഴുതണം. കാരണം ഇതുവരെ ഇട്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മെയിൻ്റനൻസ് കാലറി തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഒത്തിരി കട്ടാകുന്നില്ലായിരുന്നു. അത്യാവശ്യം മസിൽ ബിൽഡായിട്ടുണ്ട്, പക്ഷേ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഇനിയും കുറയ്ക്കണം. അതിനുവേണ്ടി നമുക്ക് കാര്യമായ കുറേ സ്റ്റെപ്സും നടത്തണം. കുറച്ച് പട്ടിണിക്ക് വിടണം. പട്ടിണി എന്നല്ല, അത്യാവശ്യം കുറച്ച് നോക്കാം, എഴുതണം. പോയി അവൻ്റെ ഡയറ്റ് എഴുതണം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, ഷെയർ, ഫോളോ മൈ ഇൻസ്റ്റഗ്രാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അമർത്തു. പുതിയ വീഡിയോസ് വരുന്നത് അറിയൂ.